നമസ്കാരം. നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു തട്ടിപ്പ് പരിപാടി വെച്ച് ഒടുവിൽ കേരളത്തിന്റെ അഭിമാനമായി മാറി നിൽക്കുന്ന സഞ്ജു സാംസനെ വരെ അപമാനിച്ചു വിട്ടു. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ വാചകമാണ് ഇപ്പോ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ, ആ പൊട്ടന്മാരെ അല്ലെങ്കിൽ ആ ചട്ടന്മാരെ ദൈവം ചതിച്ചു എന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. കാര്യം നോക്കിയേ, ട്രാൻസ്ലേഷൻ. ആ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒന്ന് പറയുന്നു, അതിനെ കുറെ കൂടെ പൊലിപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കലാപരിപാടി അരങ്ങേറുകയാണ്. വിദഗ്ധനെയാണ് കൊണ്ടുവന്നത്. ആര്? സമദാനി പ്രസംഗത്തിലൊക്കെ മികച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവത്തിലൊന്നും നമ്മൾക്ക് യാതൊരു എതിരുമില്ല. പക്ഷേ അദ്ദേഹത്തെ ലോക്സഭയിൽ പറഞ്ഞു വിട്ടിട്ട് ആ പ്രസംഗം കൊണ്ട് ലോക്സഭയ്ക്കകത്തൊരു ഗുണമില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ സമദാനി ഇന്നിപ്പോൾ ട്രാൻസ്ലേറ്റർ ആക്കി. ആ ട്രാൻസ്ലേഷൻ കേട്ടിട്ടാണ് കേരളത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന സഞ്ജു സാംസൺ, അതേ ഈ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ നാളെ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തി ഒരു 4 ക്രെഡിറ്റ് പോയിന്റ് അടിച്ചെടുക്കാമെന്നുള്ളതായിരുന്നു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോട്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്തിരുന്നത്. അത് നോക്കി രാഹുൽ ഗാന്ധി വായിക്കുന്നു. പക്ഷെ ട്രാൻസ്ലേറ്ററെ സംബന്ധിക്കുന്നിടത്തോളം എന്തോന്ന് സഞ്ജു സാംസൺ, എന്തോന്ന് ക്രിക്കറ്റ്, പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വന്ന ആ ചട്ടനെ ദൈവം ചതിക്കുന്ന അവസ്ഥയിലെത്തിയത്. It's nice to see Sanju Samson, star of India's quarter-final and semi-final victory in T20 World Cup, is from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സഞ്ജു സാംസൺ ലീഗിനെന്ത് ക്രിക്കറ്റ്, ലീഗിനെന്ത് സഞ്ജു സാംസൺ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. കാര്യം സഞ്ജു സാംസന്റെ പ്രകടനങ്ങളെ കുറിച്ചും മലയാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിമാന പ്രകടനം, ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് സ്കോർ ചെയ്യാം. അതിന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് വായിപ്പിക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്ത് തള്ളിക്കൂടെന്ന് പറഞ്ഞു. എന്ത് വേണം? രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു, സമദാനി എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇന്ത്യൻ ടീമിന് ഒന്നടങ്കം അഭിനന്ദനം കൊടുത്തു. സാംസൺ അതെന്തോ സാധനം, അതെവിടെ കിട്ടും എന്നുള്ളതാണ് സമദാനിയുടെ സംശയം. സാംസൺ എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ എന്തോ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതാണ് അദ്ദേഹത്തിന് ക്രിക്കറ്റിനെ സംബന്ധിച്ചും മലയാളിയായിട്ടുള്ള ഒരു കളിക്കാരനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ്. എന്തായാലും ആ വീഡിയോ പുറത്തേക്ക് വന്നതിന് ശേഷം ഈ നാട്ടിൽ തട്ടിപ്പിന് വേണ്ടി ഇറക്കിയ ഒരു ട്രാൻസ്ലേഷൻ പരിപാടി നാട്ടുകാർക്ക് മുഴുവൻ ട്രോളായി മാറിയിട്ടുണ്ട്. സഞ്ജു സാംസനെ പോലൊരു വ്യക്തി, അദ്ദേഹം ഫൈനൽ കളിക്കാൻ വേണ്ടി ഒപ്പം തന്നെ ഇന്ത്യയെ ലോകകപ്പ് കളിപ്പിച്ച് കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആ ചെറുപ്പക്കാരനെ ഈ രീതിയിൽ അപമാനിച്ചു വിട്ടത്. മതിയായോടെ നിനക്കൊക്കെ ഈ പരിപാടി, അത് ഈ തട്ടിപ്പ് പരിപാടിയായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സംഭവിക്കുമെന്നേ. കാര്യം ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ, അതിൽ ഒരംശം പോലും സത്യസന്ധതയില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചില ഗൂഢാലോചനകളൊക്കെ സ്വാഭാവികമായി പൊളിയുമെന്നുള്ള നിലയ്ക്കാണ് സഞ്ജു സാംസന്റെ പേരിൽ ഈ വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നത്. നാട്ടുകാരെല്ലാം കൂടി എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ട്രോളുന്നുണ്ട്. ആ ഒരൊറ്റ ട്രോളോടുകൂടി ഈ പരിപാടിയുടെ മുഴുവൻ ശോഭയും കെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അടിമുടി ഉടായ്പ്, അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കയ്യബദ്ധം കൂടി പറ്റിയതോടുകൂടി പരിപാടിയുടെ കച്ചവടം പൂട്ടിയ അവസ്ഥയിലാണ്.